ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പായസം ഒന്ന് കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ചവ്വരിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു അരക്കപ്പ് അളവിൽ ചവ്വരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് 2 തവണയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു 1 മണിക്കൂറൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂർ നമുക്കിത് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂർ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ കുതിർത്തിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുതിർത്ത് വെക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 2 കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ കുതിർത്തിട്ട് ഇത് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് തന്നെ മാക്സിമം മതിയാവും, പെട്ടെന്ന് വെന്ത് കിട്ടും. വെന്തിട്ട് ഇതിങ്ങനെ ഇതുപോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അതായത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഇത് വെന്തു എന്നുള്ളത്. ഇപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി 1 കപ്പ് അളവിൽ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ശർക്കര ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പാനിയാക്കിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ പൊടിയായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ എല്ലാം കൂടെ നന്നായിട്ട് മെൽറ്റായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ചവ്വരിയൊക്കെ അങ്ങനെ കട്ടയായിട്ടൊന്നും കുറുകിയൊന്നും കിടക്കില്ല, ഇതിങ്ങനെ നല്ല വേറിട്ട് കിടക്കും. ഇപ്പോൾ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഞാൻ ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ്, 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല. കട്ടിയായിട്ടുള്ള 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരമായിട്ട് പശുവും പാൽ വേണേലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള മധുരമുണ്ട്. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസും ഒന്ന് നെയ്യിൽ വറുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി, ഒരുപാട് തിളക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഈ ഒരു പായസം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്